എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഉദയഭാനുവിന്റെ ശ്രീകലയുടെയും വീട്ടിലേക്ക് പൈസ ചോദിച്ച ആൾക്കാർ വന്നിരിക്കുകയാണ്. രമേശനും അതുകൂടാതെ തന്നെ ശ്രീകലയുടെ അമ്മാവനൊക്കെയാ. കാരണം അമ്മാവന് ആധാരം എടുത്തു കൊടുക്കണം സ്ഥലത്തിന്റെ ഒക്കെ. അതിന് വേണ്ടിട്ട് അവര് വന്ന് കിടന്ന് വെല്ലു വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ അവര് ഉദയഭാനെ തടഞ്ഞു നിർത്തി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കയറി വന്നിട്ട്. ആ സമയത്ത് അത്ര സമയം ശ്രീദേവി നോക്കിയിരുന്നു. ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്റെ കല്യാണത്തിനും കൂടെ വേണ്ടിയിട്ട് ഇനിയിപ്പം വീണ്ടും വീണ്ടും പൈസയൊക്കെ പലിശയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും? അല്ലെങ്കിൽ തന്നെ നാളെ ആനന്ദേട്ടന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങി പോകുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നീട് ശ്രീകലയുടെ കൈയും പിടിവെച്ച് ശ്രീദേവി നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങോട്ട് പാഞ്ഞു എന്നീമ്പത്തിനും ഉദയഭാനു അവരോട് യാചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് പോ, ഞാൻ എങ്ങനെയാലും പൈസ തരാന്ന് പറഞ്ഞിട്ട്. പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് പറഞ്ഞു, വേണ്ടച്ചാ ആരുടെ കയ്യിലും കാലും ഒന്നും വീഴണ്ടെന്ന് പറയണം. എന്റെ കല്യാണം മുടങ്ങിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയണം. എന്തൊക്കെയാ മോളെ നീ പറയണെന്ന് ചോദിക്കുക. അതേ അച്ഛാ, വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ എങ്ങനെയല്ലോ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുക, എനിക്ക് കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവാന് പറഞ്ഞു, മോളെ നീ അകത്ത് കയറിപ്പോ, ഇത് ഞാൻ പ്രശ്നം പരിഹരിച്ചോളാന്ന് പറയണ. പിന്നീട് അവരുടെ അടുത്ത് നിന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് ഒരിക്കലും അർഹിക്കാൻ പറ്റാത്തൊരു ബന്ധം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒത്തിരിയെ സന്തോഷിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഈ കല്യാണത്തിന് യോഗമില്ലെന്നുള്ള കാര്യം. നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികൾ കാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ ഒരു കല്യാണം മുടങ്ങി പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്താന്ന്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താന്ന്. അതുപോലെ തന്നെയാ ഒരു പെണ്ണ ഞാനും. ഒരുപക്ഷെ എന്റെ കല്യാണം മുടങ്ങിപ്പോയിരിക്കും, എന്നാലും സാരമില്ല, മുടങ്ങിക്കോട്ടെ എന്ന് പറയണം. ഇത് കേട്ട ഉദയഭാനു പറഞ്ഞു, കേട്ടില്ല എന്റെ മോള് പറഞ്ഞേ, അവൾക്ക് അത്രമാത്രം വിഷമമുണ്ടെന്ന് പറയണം. അച്ഛ വേണ്ട, ഇനി അച്ഛനെ ഇവരുടെ ആരുടെയും കാലൊന്നും പിടിക്കേണ്ടെന്ന് പറയണം. പിന്നീട് ശ്രീകലയുടെ അമ്മാവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദേ മാമനറിയാലോ ഞാൻ എത്രമാത്രം മാമനെ ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇനിയിപ്പം ഈ കല്യാണം മുടക്കിയാലുള്ള മാമന് സന്തോഷമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാം. എന്റെ അച്ഛൻ പറഞ്ഞല്ലോ പൈസ തരാന്ന് കുറച്ച് ദിവസത്തിന് ശേഷം. പക്ഷെ ഇപ്പം പൈസ എടുക്കാനില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഈ കല്യാണം നടത്തുന്നത് അത്രമാത്രം കഷ്ടതയോടുകൂടിയ കല്യാണം നടത്തുന്നേ. പക്ഷെ ഇനിയിപ്പോ പൈസ ഈ സമയത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്കിനി ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ ഇത്രക്കാരാന്ന് എന്ന് പറഞ്ഞോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ശ്രീദേവി അകത്തേക്ക് കയറി ഓടുവാണ്. ഉദയഭാനു കണ്ടില്ല എന്റെ മോള് പറഞ്ഞേ. ഇത് കേട്ടിപ്പോ അവർക്കും ഒരു വിഷമായിപ്പോയി. പെട്ടെന്ന് ശ്രീകലയുടെ അമ്മാവൻ പറഞ്ഞു, എടാ നിന്നെ ഓർത്തിട്ടല്ല, അവളെ ഓർത്തിട്ട് മാത്ര ഇപ്പൊ തൽക്കാലത്തേക്ക് പോവാ. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഒരാഴ്ചക്കുള്ളിൽ പൈസ തരണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ജീവൻ ഉണ്ടായാൻ തന്നേക്കാന്ന് പറയണം. അങ്ങനെ രമേശനൊക്കെ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്ര കല്യാണം മുടങ്ങിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കാണിച്ചു തരാരെന്നൊക്കെ പറയണം. ഒത്തിരി നന്ദിയുണ്ട് രമേശ എന്ന് പറയാം. വേണ്ട വേണ്ട, കൂടുതൽ നന്ദിയും കാര്യങ്ങളും നീ പറയണ്ട. നീ ഇത്രയും വലിയ ബിസിനസ്സും ചെയ്ത് ഓരോന്ന് ചെയ്ത് കൂട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ കടവും വിലയും മേടിച്ച് മുങ്ങി നടക്കുമല്ലായിരുന്നോ? എടാ ഇതിന് വല്ല ആവശ്യമുണ്ടോ നിനക്ക്? അന്തസ്സും അഭിമാനത്തോടും കൂടി ജീവിക്കുമായിരുന്നു, നിനക്ക് വല്ല കുഴപ്പം സംഭവിക്കുമായിരുന്നോ? ഓരോന്നൊക്കെ വരുത്തി വെച്ചിട്ട് അവസാനം സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം നാണം കെട്ട് ഉദയഭാനു അവരുടെ മുന്നിൽ യാചിക്കുവാണ്. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല അങ്ങോട്ടേക്ക് വന്നു. ശ്രീകല വന്നു കഴിഞ്ഞപ്പോൾ ഉദയഭാനു പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ അവള് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലായിരുന്നു എന്തായാലും കല്യാണം ചിലപ്പോൾ മുടങ്ങിപ്പോയാന്. ഇവരെ എന്തെങ്ങാനും ബാലിനോടും കുടുംബത്തോടും നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാല് നമ്മൾ ചതിയാ ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അത് ശരിയാ ഉദയേട്ടാ, എനിക്കുവാണെങ്കിൽ ഞാൻ ആകെപ്പാടെ ഭയന്നു പോയെന്ന് പറയണം. ഇനിയിപ്പൊ കല്യാണത്തിനാണെങ്കിൽ 2 ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. നാളെ ഹൽദി ചടങ്ങുകളൊക്കെയാ നടക്കണേ. എല്ലാം കൂടെ അറിഞ്ഞു കഴിയുമ്പത്തിനും ഇത്രയും നാളെ നമ്മൾ മുടക്കിയ പൈസയും വെറുതെ ആയി പോകത്തില്ലേ? അത് മാത്രമല്ല, മിക്കവാറും ബാലന്റെ വീട്ടുകാർ തന്നെ പല പരാതിയും കൂടെ കൊണ്ടേ കൊടുത്തന്നെന്ന് പറയണം. ഈ സമയം ഭയങ്കര വിഷമിച്ച് ശ്രീദേവി മുറിയിലേക്ക് വരുവാണ്. അപ്പൊ ശ്രീവിദ്യ വന്നിട്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ കരയണെന്ന് ചോദിക്കുക. പിന്നെ കരയാതെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ കല്യാണത്തിന് മുമ്പ് ഇതാ അവസ്ഥ, കല്യാണത്തിന് ശേഷോ കടം കൊടുക്കാനുള്ള എല്ലാരും കൂടെ വരും. ഇവിടെ വന്നിട്ട് അവർക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് പിന്നെ വിളിച്ചോണ്ട് വരുന്നത് എങ്ങോട്ടായിരിക്കും എന്നറിയാവോ? ദേവമംഗലത്തേക്കായിരിക്കും. അവിടെ ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ പിടിച്ചിരിപ്പുണ്ടാവോ? ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഞാൻ ആകെപ്പാടെ നാണം കിട്ടു പോയില്ലോ എന്ന് പറയണം. സാരമില്ല ചേച്ചി, അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ ചേച്ചി, ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. ആ സമയം ജീനയുടെ ഫോണിലേക്ക് മിഥുൻ വിളിക്കുകയാണ്. മിഥുൻ വിളിച്ചിട്ട് പറഞ്ഞു, ജീനെ, നാളെയാണ് ഹൽദി. ആ ഹൽദിയുടെ ദിവസത്തെ പ്രത്യേകത നിനക്ക് അറിയാലോ. എങ്ങനെയെങ്കിലും ആ ഹൽദി ചടങ്ങിന് സമയത്ത് തന്നെ
അവർക്കിട്ട് പണി കൊടുക്കണമെന്ന് പറയാം. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. പെണ്ണിനിട്ടുള്ള പണി നീ കൊടുക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. ഉം. അങ്ങനെ ഹൽദി ചടങ്ങ് അങ്ങ് നടക്കട്ടെ. ഹൽദി ചടങ്ങിന്റെ സമയത്ത് തന്നെ നല്ലൊരു പണി തന്നെ കൊടുക്കാന്ന് പറയാം. അങ്ങനെ മിഥുൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഫോൺ വെക്കുന്നത്. നാളത്തെ ദിവസം എന്താണെങ്കിലും അവളൊരു പണി തന്നെ വെക്കും. കേക്ക് താഴെ പോയി വീണ് മൊത്തം കുളമായി പോയി. എന്നാലും കുഴപ്പമില്ല. നാളെ അതൊന്നും ഉണ്ടാകത്തില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ജീന അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഹൽദി ചടങ്ങ് നടക്കുന്നിടത്തേക്ക്. അപ്പം മഞ്ഞളൊക്കെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മഞ്ഞളിനകത്തേക്ക് കുറച്ച് കെമിക്കൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ആ മഞ്ഞളിനകത്തേക്ക് എന്ത് ചെയ്യണം, കെമിക്കൽ ആഡ് ചെയ്ത് വെക്കണം. അപ്പം ഇതെല്ലാം അവളുടെ ദേഹത്തേക്കും മുഖത്തേക്കും ഒക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടായിക്കോളും. അങ്ങനെ ഒരു ക്രൂരതയാണ് അവൾ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ അതിനകത്തേക്ക് കെമിക്കൽ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ പല്ലവി സേതുവിനോട്, സേതുവേട്ടാ ഇന്നലെ സംഭവിച്ചറിയാലോ കേക്കിനകത്ത്, അങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കരുത് ഇന്നുണ്ടാവണ്ടേ. ഇന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയണം. അത് ശരി തന്നെയാ. ഒരു പക്ഷെ ആരാ ഇതിന്റെ പിന്നെ മറിഞ്ഞിരിക്കുകയാണെന്ന് അറിയത്തില്ല. ശത്രുക്കൾ കൂടുതലുണ്ടെന്ന് തോന്നേ ബാലേട്ടനും കുടുംബത്തിനും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനെന്ന് പറയാം. അത് ശരിയാ. ഒരുപക്ഷെ ഉദയഭാനു ഒരു ഫ്രോഡായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാലും ബാലേട്ടനും കുടുംബം അവർക്കൊന്നും ഒരു കാരണവശാലും ഒന്നും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് നമ്മുടെ നോട്ടം വേണം. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ നമുക്കായിരിക്കും കുറ്റം ഉണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് അവരെങ്ങോട്ടേക്ക് വരുവാണ്. അവരെങ്ങോട്ടേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ സംഗതികളും ഓക്കെയാണ്. അതിനുശേഷമാണ് ബാലനും കുടുംബമൊക്കെ എത്തുന്നത്. ആദ്യം ബാലനും കുടുംബം എത്തി, പിന്നീട് ഉദയവാനിന്റെ കുടുംബം എത്തണം. അങ്ങനെ അവരെ എല്ലാം സ്വീകരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഹൽദി ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അപ്പൊ ഹൽദി ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിനകത്ത് കൊണ്ടിരുത്തി രണ്ടുപേരെ അങ്ങനെ ഇരുത്തുവാണ്. പിന്നെ മഞ്ഞൾ വെള്ളം കൊണ്ടും പാലും കൊണ്ടും എല്ലാം കുളിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ആഘോഷം തന്നെയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പതുക്കെ മീനാക്ഷിയോട് പറഞ്ഞു, ഒരുപക്ഷെ നമ്മുടെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ചേച്ചിന്ന് ചോദിക്കണം. അത് ശരി തന്നെയാ. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറയണം. അതെന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലളിതമായിട്ട് കല്യാണം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യം. എനിക്കിങ്ങനെ ആർഭാടം കാണിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് പറയാം. ഇത് പിന്നെ ഇവിടെ ആൺതന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പോന്നേ. അതുകൊണ്ട് എന്താ, നമുക്ക് 2-3 ദിവസം നമുക്കും നല്ല സന്തോഷിക്കാലോ എന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലുക. ഈ സമയം ധർമ്മൻ എല്ലോടെ നോക്കി നടക്കുവാണ്. അപ്പോഴാണ് ഇൻ മാനേജ്മെന്റ് ആ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ആഹാ കൊള്ളാലോ, ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം. ഒന്ന് പുകഴ്ത്തി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവള് പറഞ്ഞു, എന്താ ഞാൻ അല്ലെങ്കിൽ കാണാൻ കൊള്ളില്ലെന്ന് ചോദിക്കുക. അല്ല അതല്ല, ഇന്നലത്തെ കളി കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാ മനസ്സിലായി. അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു, ഞാൻ അത്രക്കാരനൊന്നും അല്ല, എന്നെ തെറ്റിദ്ധരിക്കണ്ടെന്ന് പറയണം. ധർമ്മൻ എന്തോ അവളെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു മനസ്സിൽ ഇച്ചിരി ഒരു ഇതൊക്കെ ഉണ്ട്. അവളോടൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ധർമ്മനോർത്തു, കൊള്ളാലോ കാണാനൊക്കെ. എന്ത് ചെയ്യാനാ, നല്ല സമയത്ത് കല്യാണം കഴിക്കുമായിരുന്നെങ്കിലോ. പറഞ്ഞിട്ട് കാര്യമില്ല, തന്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ കരുതി ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഉദയഭാനുവിനോട് ശ്രീകല പറഞ്ഞു, എല്ലാം നല്ല ഗംഭീരമല്ലേന്ന് ചോദിക്കണം. അതെ. എന്നാലും നമ്മുടെ മോളുടെ ഒരു ഭാഗ്യം എന്ന് പറയണം. അത് ശരി തന്നെയാ. എങ്ങാനും ഇനിയിപ്പോ ഈ നമ്മുടെ ചതിയെക്കുറിച്ച് ഇവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യക്കേട് വരാനും പോകുന്നു പറയണം. അങ്ങനെ അവരെ അവിടെ കൊണ്ടിരുത്തി. പിന്നീട് മഞ്ഞളൊക്കെ തേക്കാനുള്ള മഞ്ഞൾ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പല്ലവി ചെല്ലുവാണ്. പല്ലവി ചെന്നപ്പം ജീനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം മഞ്ഞൾ എടുത്തോണ്ട് പോകും. മഞ്ഞൾ എടുത്തോണ്ട് പോയി തേക്കും. അങ്ങനെ തേച്ച് കഴിയുമ്പോഴാണ് പണി കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ കാത്തിരിക്കുവാണ്. ഇനിയിപ്പം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഒരു കാരണവശാലും ആ മഞ്ഞൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. കേക്ക് താഴെ പോയതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം ഇവരെന്തൊക്കെ പണി കൊടുത്താൽ കല്യാണം മുടക്കാൻ ശ്രമിച്ചാലും ആനന്ദും ശ്രീദേവിയും തമ്മിലുള്ള കല്യാണം നടക്കും. ഹൽദിയായിട്ട് കല്യാണവും കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇപ്പൊ ഇതെല്ലാം മുടങ്ങി കഴിയുമ്പോഴത്തേനും അവസാനത്തെ അടവ് പ്രയോഗിക്കാൻ പോകും. അല്ലോ, കാരണം തട്ടിക്കൊണ്ടുപോലും നാടകം. അങ്ങനെ ആ നാടകം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.